പറയുന്ന ഇവർക്ക് ഈ പേപ്പട്ടികൾ ഇറങ്ങിയല്ലോ ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുമിച്ചിറങ്ങി പേപ്പട്ടി. ഇപ്പൊ ഒന്നും ഇറങ്ങുന്നില്ല. അപ്പൊ അത് എന്തായാലും ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പാർട്ടി കോർഡിനേറ്റ് ചെയ്ത് ഇറക്കിയതാണ്. കാരണം കാസർഗോഡിൽ കാണുന്ന അതേ സമയം കന്യാകുമാരിയല്ല തിരുവനന്തപുരത്തും കാണുന്നുണ്ട്. ഒരു 10-15 ദിവസം അങ്ങ് പേപ്പട്ടി ശല്യമാണ്. അപ്പൊ ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്ത് വെച്ച് ഈ വാക്സിൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറയാനായിട്ട് എന്താ കാരണം? അതിന്റെ കാരണം അത് തീർച്ചയായിട്ടും ഒരു വാക്സിൻ കമ്പനിക്ക് ഒറ്റയ്ക്ക് ചെയ്യത്തില്ല. ഒരു ഷെൽട്ടറുകാരുടെ സഹായം ഉണ്ടെങ്കിൽ, അനിമൽ ലവേഴ്സിന്റെ സഹായം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട്. മാഡം എന്താ ചെയ്യണം? എന്താ പരിപാടി? ഞാനൊരു കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ്. സാറിനെ പോലെ അത് ഏതാണ്ട് അതേ ജോലി തന്നെ. എനിക്ക് കേരളത്തിൽ ഫുൾ ഇങ്ങനെ യാത്ര ചെയ്യണം. സെയിൽസ് ആണ്. എന്തിന്റെ? എനിക്ക് ബ്യൂട്ടി പാർലേഴ്സിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ്, ടൂൾസ്, മെഷീൻസ് കേരളം ഫുൾ യാത്ര ചെയ്യണം. ഓക്കെ. ഇതിപ്പോ ഇങ്ങനെ പറയാനായിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് നേരത്തെ ഞാനും വേറെ 2-3 ആൾക്കാരോട് ഞാനിങ്ങനെ അനിമൽ ലവറാണ്, എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ഈ റോഡിൽ കിടക്കണവരെയൊക്കെ എടുത്തുകൊണ്ടുപോയി നോക്കും. അത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 70 അനിമൽസ് ഉണ്ട്. വീട്ടില് ഞാനിവിടെ എറണാകുളത്താണ് താമസിക്കുന്നത്, മരടിൽ. അപ്പോഴ് എനിക്ക് ഒരു 3 ഡോഗ്സിനെ കേൾക്കാം. 3 ഡോഗ്സിന് നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് കുമ്പളങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 ഡോഗ്സിന്, ഒന്നിനെ ചിറ്റൂരിൽ നിന്നുമായിട്ട് 3 പേരെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. എന്നിട്ടൊരു ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. 14 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ച് പറയുകയാണ് അവരെല്ലാം ഡിസ്ചാർജിന് ടൈമായി, പക്ഷേ അവരെ റോഡിൽ വിടത്തില്ല, കുറച്ച് ദിവസം കെയർ വേണം, സജിത്രയുടെ വീട്ടിലൊന്ന് കെയർ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ കൊണ്ട് കൊടുത്ത ഡോഗ്സ് ആയതുകൊണ്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് അതിലൊരാൾക്ക് പേ ആയതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇതെൻ്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞത്. റോഡിൽ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കടിക്കും, പ്രശ്നങ്ങളാവും. കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നതെന്നറിഞ്ഞാൽ ഇയാളുടെ ഹോസ്പിറ്റലിൽ കൂട്ടേണ്ടി വരും. ഇപ്പോൾ പുള്ളിക്കാരൻ ഒന്നുകിൽ അയാളും കൂടെ ആ ടീമിൻ്റെ ഭാഗമാണ്. ഈ പേപ്പട്ടി പേടി ഉണ്ടാക്കണം. എൻ്റെ വീട്ടിലൊരു പ്രശ്നം വന്നാൽ 70 അനിമൽസിന് കിട്ടും. അതോടെ കേരളം മുഴുവൻ പേപ്പട്ടി പേടി അങ്ങ് ആവും. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒന്നുകിൽ ഇവര് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എന്തോ ഇൻജെക്ട് ചെയ്ത് ഇപ്പം പേപ്പട്ടിയുടെ ഉമിനീരിലൂടെയാണ് അല്ലെങ്കിൽ സ്രവങ്ങളിലൂടെയാണ് പകരണം. ആ ശ്രമം അവർക്ക് കുറച്ച് എടുത്തിട്ട് മറ്റൊരാളിലേക്ക് കൊടുക്കാൻ പറ്റില്ലേ അതേ നിമിഷം തന്നെ? ഡോക്ടർമാർ വിചാരിച്ചാൽ പറ്റില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. കാരണം നോർമലി ഒരു പേപ്പട്ടി കടിയേറ്റ 10 ദിവസത്തിനകമാണ് സിംറ്റംസ് വരുന്നത്. ഇത് 14 ദിവസം ആശുപത്രിയായിരുന്നു. പേപ്പട്ടി സിംറ്റംസ് തുടങ്ങിയ, റാബിസിൻ്റെ സിംറ്റംസ് തുടങ്ങിയ 3-4 ഡേയ്സിനകത്ത് ഡോഗ് മരിക്കും. എത്ര ഹെൽത്തി ഡോഗായാലും 3-4 ഡേയ്സിനകത്ത് മരിക്കും. പക്ഷേ ഇത് കയറിപ്പോകുന്നത് വളരെ സ്ലോ ആയിട്ടേ കയറും. ഇപ്പോൾ കാലിലാണ് കടിയേറ്റെങ്കിൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടേ റിസൾട്ട് നമുക്ക് സിംറ്റംസ് ബ്രെയിനിൽ എത്തുള്ളൂ. ഇത് ഹ്യൂമൻ ബോഡിയിൽ ഡോഗ്സിനോ ഏതിലായാലും ഇത് സഞ്ചരിക്കുന്നത് വളരെ സ്ലോയിലേ ഇത് പോവുള്ളൂ ബ്രെയിനിലേക്ക്. ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റാപ്പിഡ് ഗ്രോത്ത് ആണ്. നിമിഷങ്ങൾ കൊണ്ട് അതങ്ങ് വിഭജിച്ച് പെട്ടെന്ന് അങ്ങ് ഡാമേജ് ആക്കി കളയും. അപ്പോൾ ഇത് കാലിൽ കടിയിട്ട് നോർമലി നമുക്ക് 10 ദിവസത്തിനകത്താണ് ഡോഗ്സിന് സിംറ്റംസ് വരുമെന്ന് പറഞ്ഞത്. ഇത് 14 ദിവസം എടുത്തു. അപ്പം ഞാൻ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഡോഗിന് ഒരു അസുഖവും ഇല്ല. അപ്പം രോഗം വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ ഡോക്ടർ 14 ദിവസം ഇരുന്നതിന് അസുഖം വന്നെന്ന് എന്തുകൊണ്ട് ഡോക്ടർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? അയാൾ അറിഞ്ഞു. ഈ 3 പേരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരെണ്ണത്തിനെ മാത്രം കൂട്ടിലാക്കിയാണ് കൊണ്ടുവരുന്നത്, ബാക്കി 2 പേരെ അല്ലാതെ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയണേ ഇപ്പോഴേ കൊണ്ടുവന്നാക്കും. ഞാൻ പറയും ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്താണ് ഉള്ളത്, ഞാൻ വരട്ടെ, സമയമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് ആലപ്പുഴയ്ക്ക് പോകാൻ പോകുന്നു, ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നാക്കുന്നു. ഞാൻ പറയും ശരി, എന്നാൽ ഞാൻ ഓടി അങ്ങോട്ടേക്ക് വരാം. ഞാൻ ചെല്ലുമ്പോഴേക്കും വണ്ടി അവിടെ വന്ന് ഡോഗ്സിനെ ഇറക്കുകയാണ്. അപ്പോൾ ഈ പേയുടെ ലക്ഷണം കാണിക്കുന്ന ഡോഗിനെ ഇറക്കുമ്പോൾ ഞാൻ പറയണം അതിന് പേയാണ്, ഇനി ഇവിടെ വെക്കരുത്. അപ്പോൾ അവർ പറയാണ് ഇല്ലല്ല അതിന് ഒരു കുഴപ്പമില്ല, സാറ് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരാളെ തിരിച്ചുകൊണ്ട് ചെല്ലരുത്. ഞാനപ്പോൾ ഉടനെ ആ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടറെ ഇതിന് പേയുണ്ടല്ലോ ഡോക്ടറെ, ഇനി ഇവിടെ വെച്ചാൽ ശരിയാവില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണം, ഞാൻ ജോലിക്ക് പോകും, പിന്നെ 2 സൈഡും റോഡുള്ള ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ വളരെ കൺജസ്റ്റഡ് ഏരിയയാണ്, അപ്പോൾ പറ്റൂല. പിന്നെ ഇത്രയും അനിമൽസ് വീട്ടിനകത്തുണ്ട്, ഒരു പക്ഷേ ഇറങ്ങിയെങ്ങാനും കടി കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമായില്ല, എല്ലാവരും കൂടെ ആയിപ്പോവും. പിന്നെ അത് കൺട്രോളിൽ നിൽക്കൂല. ഡോക്ടർ തിരിച്ചെങ്ങനെയെങ്കിലും കൊണ്ടുപോകും, നിങ്ങൾ അവിടെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ നിരീക്ഷണത്തിൽ വയ്ക്കും. ഡോക്ടർ പറയാണ് സജിത്രയ്ക്ക് ആകെ റോഡിൽ കിടന്ന കുറേ പുഴുത്ത പട്ടിയെ നോക്കിയുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ പഠിച്ച ഡോക്ടറാണ്, വർഷങ്ങളായി ഞാനിവിടെ ഹോസ്പിറ്റലും വെച്ചുകൊണ്ടിരിക്കുന്നതേ, അറിവുള്ളവനായിട്ടാണ്. സജിത്ര ആവശ്യമില്ലാത്ത സംസാരങ്ങളും കഥകളും ഒന്നും ഉണ്ടാക്കണ്ട, എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്, എനിക്കറിയാം പേ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് ആ സൂരജ് ഡോക്ടർ എന്നെ തെറി വിളിച്ചു.
എന്നിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ട് അതിന്റെ കോൾ റെക്കോർഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കയ്യില്? എല്ലാം ഉണ്ട്. ഒന്ന് കേൾപ്പിക്കാവോ? ഡോക്ടറെ ഇതിന് പേ ഉണ്ടെന്ന് പറയണ ആ ഫസ്റ്റത്തത് ഞാൻ എടുത്തില്ല, കാരണം ഇത്രയും ഇഷ്യൂ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്ന് പക്ഷെ കേൾപ്പിക്കാവോ? പിന്നീടുള്ളത്